നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും പറയാൻ പറ്റാതെ പോകാറുണ്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ. ഒരു പക്ഷേ ആ ചാനൽ എടുക്കുന്ന നിലപാട് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ആ സബ്ജക്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ പറയാൻ പറ്റാതെ പോകുന്ന ന്യൂസുകൾക്കെല്ലാം ജനങ്ങളിലേക്ക് എത്താനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഓൺലൈൻ മീഡിയ മാറുന്നതായി തോന്നിയിട്ടുണ്ടോ? ഒരു പരിധിവരെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പഴയ മാതിരിയുള്ള റെസ്ട്രിക്ഷൻസ് അങ്ങനെ ചാനലുകാർ വെക്കുന്നില്ല. ഒരുവിധപ്പെട്ട എല്ലാ വാർത്തകളും ചാനലുകാർ വളരെ പച്ചയ്ക്ക് തന്നെയായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അതിലും പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഓൺലൈൻ ഇതിൽ കൂടെ എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ യൂഷ്വലി ഒരു ഏതൊരു പ്രേക്ഷകനും കാണുന്ന ചാനലിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അല്ലാതെ നമുക്ക് നെറ്റിൻ്റെ സംവിധാനം പലതും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും കാണുന്നത് ചാനൽ തന്നെയാണ്. നമ്മളുടെ കൺവെൻഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങളിൽ റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുമ്പോൾ തന്നെ, അതായത് സെൻസർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റും എടുക്കാം, ന്യൂസ് റിപ്പോർട്ടിങ്ങും എടുക്കാം, എല്ലാം എടുക്കുമ്പോൾ സെൻസർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിപ്പം ഒരു സീരിയൽ കണ്ടൻറ്റ് നമ്മളിലേക്ക് എത്തുമ്പോഴൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ് വരുമ്പോൾ പക്ഷേ നമ്മൾ കുറേ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്നതൊക്കെ ഇന്നൊരു ബേസിക് കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ബേസിക് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള ഫ്രീഡം എത്രത്തോളമുണ്ട്? അതോ അവർക്ക് വേറെ തരത്തിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണോ സ്വീകരിക്കുന്നത്? ഓൺലൈനിൽ ഇപ്പം നമുക്ക് സൈബർ ലോസ് അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇടയ്ക്ക് ഒരു സെക്ഷൻ തന്നെ ഒരു 66A ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അതിൻ്റെ പേരിൽ എത്രയോ പേരെ ക്രൂശിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഗവൺമെൻറ്. അത് പിന്നെ എടുത്തു മാറ്റേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് ഈ അൺലിമിറ്റഡ് ആയിട്ട് എന്തും പറയാമെന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് ഒരു പരിധിവരെ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ട്രോളിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആർക്കും ആരെയും എന്തും പറയാം. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു വീഡിയോ അത് വൈറലാവുകയും ആ സ്ത്രീ ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ളൊരു തിരുത്തൽ ശക്തിയായും ഇത്തരം മാധ്യമങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ, മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതായുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. സ്ത്രീകൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മേഖല തുറന്നു തരുന്നുണ്ട്. കവിതകൾ എഴുതിയിരുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ കവിതകൾ പോസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർക്ക് തങ്ങളുടെ അഭിപ്രായം പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു മേഖല തുറന്നു തരുമ്പോൾ തന്നെ എവിടേക്കോ സ്ത്രീയുടെ പ്രൈവസിയും വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായത്. നമ്മൾ ഫേസ്ബുക്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിപാടികളുടേതും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് സ്ഥിരമായി ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരാൾ എനിക്ക് ഒരു 1.5 വർഷമായിട്ട് 2017 ഏപ്രിൽ 14 തൊട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എൻ്റെ മെസ്സഞ്ചറിൽ. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഒരു പടം ഇട്ടിട്ട് അതിനകത്തൊരു ഗുഡ് നൈറ്റ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പടം ഒരാളിടുമ്പോൾ നമ്മൾ നോക്കും എന്നുള്ളതാണല്ലോ സൈക്കോളജി. ശ്രദ്ധിച്ചു. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനുശേഷം കണ്ടിന്യൂസ്ലി അന്ന് വൈകിട്ട് മുഴുവൻ, അടുത്ത ദിവസം ഞാൻ രാവിലെ കോടതിയിൽ പോയിരിക്കുന്നു. കോടതിയിൽ ഓഫീസിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ വർഷങ്ങളായി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, മോശമായിട്ടുള്ളതൊന്നുമല്ല, ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഫോട്ടോഗ്രാഫ്സ് മാത്രം, അത് എനിക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു തരുന്നു. റൂമിയുടെ കുറേ മനോഹരമായിട്ടുള്ള വരികളൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കംഫർട്ട്. കാരണം എവിടെയോ ഒരു ഫേക്ക് അക്കൗണ്ടാണ്, ആരാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയുള്ള ആളാണെന്നറിയില്ല, നിരന്തരമായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നമ്മൾ വല്ലാതെ ഒരു ഡിസ്കംഫർട്ടാണ്. ഒരു ടോട്ടലി ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ 2 തവണ ആ മെസ്സഞ്ചറിലെ നമ്പറിൽ വിളിച്ചു, അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനകത്ത് അയാൾ മറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫോട്ടോസ് എൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതിനെ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് തന്നെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കവിതകളുമായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് അത് കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് ചെയ്തു.
ഇവിടെയാണ് പ്രൈവസിയുടെ ലംഘനം. അപ്പോൾ ചോദിക്കാം, എങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ ഇടാതിരുന്നുകൂടെ? ഇപ്പൊ പലപ്പോഴും പറയുന്ന ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നും പലപ്പോഴും ഷെയർ ചെയ്ത് നമ്മൾ മെസ്സേജസ് വായിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ റിലവൻസ് എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താനും സൗഹൃദ വലയത്തെ എക്സ്പാൻഡ് ചെയ്യാനും നിലനിർത്താനും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനിത് ചെയ്തു എന്ന് എനിക്ക് തീർച്ചയായും എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കാൻ കൂടി വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു മാധ്യമം. നമ്മൾ ഫോൺ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇതിലൂടെ പറയുന്നു എന്നുള്ളത് തന്നെ.